അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ
അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അൽഹംദുലില്ലാഹിൽ അദീമിൽ ഖുദ്റതി വശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളുദ്ദീൻ വൽ ഖുർആൻ മാശാ അല്ലാഹു കാൻ وما لم يشأ لم يكن لا حول ولا قوة إلا بالله يا معز أعزني بك دائما في حفظ عصمتك القديمة مغنما وانصر على أعدائنا يا ناصر اردد خديعة مقرهم يا قاهر. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഹിദായത്തുൽ അൻവാർ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, സഹപാഠി സ്നേഹിതരെ, ഉമ്മമാരെ, ഉപ്പമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്കും വിശ്വാസികൾക്കും ഇതര മതത്തിൽപ്പെട്ട എല്ലാവർക്കും വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ തത്വാധിഷ്ഠിത അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനോടൊപ്പം എല്ലാവർക്കും ഈദ് മുബാറക് നേരുകയാണ്. തഖബ്ബല അല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. സൃഷ്ടാവിനോടുള്ള സ്നേഹത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും മഹാസന്ദേശങ്ങൾ ഉറക്കെ പ്രഘോഷിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ ബലിപെരുന്നാളിലേക്ക് കടക്കുകയാണ്. ഈ അവസരത്തിൽ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിനും എല്ലാവർക്കും ഈദ് മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അല്ലാഹു തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരുടെ വീട്ടിലും പെരുന്നാളിന്റെ ആഘോഷത്തിന്റെ നിറവിലായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ സന്തോഷവും സമാധാനവും ഖൈറും ബറക്കത്തും തന്നനുഗ്രഹിക്കട്ടെ. പല ആളുകളും വസ്ത്രമെടുക്കുന്നതിന്റെ തിരക്കിലാണ്. പല ആളുകളും നാളത്തെ ചോറ് വെക്കുന്നതിനുള്ള അതിനെ തയ്യാറാകുന്നതിനുള്ള തിരക്കിലായിരിക്കും. പല ആളുകളും യാത്ര പോകുന്നതിനുള്ള തിരക്കിലായിരിക്കും. പല ആളുകളും മറ്റ് വീട്ടിലെ മറ്റു കാര്യങ്ങൾക്കൊക്കെയുള്ള തിരക്കുകളിലായിരിക്കും. എന്തായാലും ശരി, ബലിപെരുന്നാളിന്റെ തിരക്കിലായിരിക്കും ഓരോരുത്തരും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നാഗരികതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ച ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ഹാജറ ബീവി അലൈഹിസ്സലാമയുടെയും ത്യാഗോജ്ജലമായ സ്മരണകളെ അയവിറക്കിക്കൊണ്ടാണ് ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്.
ഇവിടെയാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യരൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ദൈവപ്രീതിക്കായി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതിക്കായി എല്ലാം സമർപ്പിക്കലാണ് ജീവിത ലക്ഷ്യമെന്ന സന്ദേശം ലോക ചരിത്രത്തിൽ ഉയർത്തിപ്പിടിച്ച് ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ഹാജറ ബീവിയുടെയും സ്മരണകൾ ഈ സന്ദർഭത്തിൽ ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഓർത്തെടുക്കുകയാണ്. അത് ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അവർ പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റുകൂട്ടുകയാണ് ഓരോ ബലിപെരുന്നാള്. അല്ലാഹു തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ബലിപെരുന്നാൾ നമ്മിലേക്ക് സമാഗതമാകുന്ന ഈ ഒരു സന്ദർഭത്തിൽ ആ ബലിപെരുന്നാൾ ദിവസത്തിൽ നാം ഓർത്തിരിക്കേണ്ട, നാം ചെയ്യേണ്ടതും നാം ഓർത്തിരിക്കേണ്ടതുമായ ചില കർമ്മങ്ങളും ഓർത്തിരിക്കേണ്ട ചില സംഭവങ്ങളും മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് ദിക്റുകളും അതുപോലെ തന്നെ സ്വലാത്തുകളും ചൊല്ലി അല്ലാഹുവിലേക്ക് ഈ അറഫയുടെ അവസാനത്തെ രാവിൽ അഥവാ ബലിപെരുന്നാളിന്റെ രാവിൽ നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ബലിപെരുന്നാളിന്റെ ദിവസത്തിൽ ചില പ്രധാന കർമ്മങ്ങൾ നിർവഹിക്കാനും ചില കാര്യങ്ങൾ ഓർത്തുവെക്കാനും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചു തരികയാണ്. കർമ്മങ്ങളിൽ നാം ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം 2 ഖുതുബ കേൾക്കൽ, അതുപോലെ തന്നെ അതിനുശേഷം ഉലുഹിയ അർക്കൽ, അതിനുശേഷം തക്ബീറുകൾ ചൊല്ലൽ, സ്വതക്കകൾ ചെയ്യൽ, ദാനധർമ്മങ്ങൾ ചെയ്യൽ, ഇസ്തിഗ്ഫാറുകളും തക്ബീറുകളും തഹ്ലീലുകളും തഹ്മീദുകളും ചൊല്ലൽ, കുടുംബബന്ധം ചേർക്കൽ, ഇതെല്ലാം പാപമോചനത്തിന്റെ കാരണങ്ങളാണ്. അതേസമയം മക്ക മുക്കറമയിൽ ഹാജിമാർ അറഫ കഴിഞ്ഞ് മുസ്തലിഫകൾ പൂർത്തിയാക്കി ജംറകളിൽ കല്ലെറിയുന്ന തിരക്കിലായിരിക്കും. ജംറകളിൽ കല്ലെറിയുന്ന പുണ്യദിനമാണ് അവിടെ. നമ്മുടെ കേരളത്തിലൊക്കെ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. അത് കർമ്മങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ബലിപെരുന്നാൾ നമസ്കാരം നിർവഹിച്ചും അതുപോലെ തന്നെ ഫർദ് നമസ്കാരങ്ങൾ ഖളാഅക്കാതെയും എത്ര ആഘോഷങ്ങൾ വന്നാലും എത്ര മറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നിസ്കാരങ്ങൾ ഒട്ടും നമ്മൾ കുറയ്ക്കാതെ നിസ്കാരങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഖുതുബ നമ്മൾ സശ്രദ്ധം കേട്ട് ഉലുഹിയർത്തും തക്ബീറുകൾ ചൊല്ലിയുമൊക്കെ നാം ഈ ബലിപെരുന്നാൾ ദിവസം കർമ്മനിരതരാകണം. ഇതെല്ലാം ഒരു പാപമോചനത്തിന്റെ കാരണമാണ്. മക്ക മുക്കറമയിൽ ലക്ഷക്കണക്കിന് ഹാജിമാർ ഒരുമിച്ച് കൂടിയിട്ട് മുസ്തലിഫ കഴിഞ്ഞ് ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്ന ദിവസമാണ് നാളത്തെ ദിവസം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കിട്ടുന്നില്ലേ? ഞാൻ പറയണത് കേൾക്കണുണ്ടാ? ഞാൻ പറയണത് കേൾക്കണില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഓർമ്മകൾ ഉയരുന്ന ദിവസമാണ് ബലിപെരുന്നാൾ ദിവസം. ഒരൽപ്പം ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നിന്നും ഒരൽപ്പം പറഞ്ഞുകൊണ്ട്, അവിടത്തെ മാതൃകാ വിശേഷണങ്ങൾ ഒരൽപ്പം പറഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു തരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്ന വിശേഷണങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണമെന്നാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ട സഹോദരൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓരോ ബലിപെരുന്നാളിന്റെ നാം ഓർക്കുക മാത്രമല്ല, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗോജ്ജലമായ ജീവിതത്തെ അനുസ്മരിക്കുകയും അവിടുത്തെ വിശേഷണങ്ങൾ മാതൃകയാക്കുകയും ചെയ്യണമെന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിൽപ്പെട്ട ചില വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് ബലിപെരുന്നാൾ സന്ദേശം കൈമാറി ഇൻഷാ അല്ലാഹ് നാളത്തെ ബലിപെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞ് സ്വലാത്തുകളും ഇസ്തിഗ്ഫാറും തക്ബീറുകളും ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തുകൊണ്ടാണ് മറ്റു നബിമാരിൽ നിന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇത്രത്തോളം വ്യത്യസ്തനാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതിനൊക്കെ മറുപടിയായി ഖുർആനിലെ 100 കണക്കിന് ആയത്തുകൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. 1,24,000-ഓളം പ്രവാചകന്മാരുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗോജ്ജലമായ
മനോഹരമായ ജീവിതത്തിനെ നമ്മൾ അനുസ്മരിക്കുന്നതും അവിടുത്തെ വിശേഷണങ്ങൾ നമുക്ക് അല്ലാഹു തആല പറഞ്ഞു തരുന്നതും അതിന്റെ എല്ലാം രത്നച്ചുരുക്കം, അതിന്റെയൊക്കെ മറുപടി എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മറ്റു നബിമാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്നതിനുള്ള മറുപടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൻ നഹ്ലിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരായിരുന്നു എന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിശേഷണം എന്താണ് എന്നും നല്ല രീതിയിൽ വരച്ച് കാണിച്ച് ചൂണ്ടിക്കാണിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു ആരായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം, എന്തുകൊണ്ടാണ് മറ്റു നബിമാരിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇത്രത്തോളം വ്യത്യസ്തനാക്കുന്നത് എന്നതിനുള്ള മറുപടി വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. കാന ഉമ്മത്താ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാന ഉമ്മത്തൻ ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്താ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സമൂഹമായിരുന്നു എന്നും ഒരു പ്രസ്ഥാനമായിരുന്നു എന്നും വിശുദ്ധമായ ഖുർആൻ. നമ്മൾ ചില ആളുകളെയൊക്കെ നമ്മൾ നോക്കിയിട്ട് പറയാറുണ്ട്, അയാൾ വലിയൊരു സംഭവം തന്നെ, അല്ലേ? നമ്മൾ പറയാറുണ്ടോ? അയാൾ നമ്മളിൽ പ്രതീക്ഷിക്കാത്തത് അയാളിൽ നിന്നും ഉണ്ടാകുമ്പോ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പറയാറുണ്ട്, അയാൾ വലിയൊരു സംഭവം തന്നെ, വലിയൊരു പ്രസ്ഥാനം തന്നെ, അയാളെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് ഇത്രയും സാധിച്ചല്ലോ. നമ്മൾ പറയാറില്ലേ? പറയാറുണ്ടോ? ഇല്ലേ? പറയാറുണ്ട്. അയാൾ വലിയൊരു സംഭവം തന്നെ. വിശുദ്ധമായ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നത് ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്താ. ചില ആളുകളെ പറ്റി നാം പറയാറുണ്ട് അയാൾ ഒരു പ്രസ്ഥാനമാണെന്ന്. എന്താണ് അതിന് അർത്ഥം? ഒരു പ്രസ്ഥാനത്തിനും ഒരു സമൂഹത്തിനും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കുറഞ്ഞ കാലം കൊണ്ട് സ്വയം ചെയ്ത് തീർത്തവരെ കുറിച്ച് നമ്മൾ അവരൊരു പ്രസ്ഥാനമാണെന്നും അവരൊരു സമൂഹമാണെന്നും അവർ വലിയൊരു സംഭവമാണെന്നും നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രസ്ഥാനമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇബ്രാഹിം നബിയുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ ഇത് അക്ഷരം പ്രതി ശരിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു നാഗരികതയുടെ അടിസ്ഥാനമായ വൃത്തിയും ശുചിത്വവും, ഒരു നാഗരികതയുടെ അടിസ്ഥാനമായ വൃത്തിയും ശുചിത്വവും പകർന്നു നൽകിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമായിരുന്നു മീശ മുറിക്കൽ, അതുപോലെ തന്നെ വായ ഒപ്പിളിക്കൽ, അതിഥി സൽക്കാരം, മൂക്ക് പിഴിഞ്ഞ് കഴുകൽ, പല്ല് തേക്കല്, തല ചീകി വെക്കല്, നഖം വെട്ടല്, ഗുഹ്യരോമം നീക്കല്, ചേലാകർമ്മം ചെയ്യല്, കക്ഷരോമം കളയല്, ശുചീകരിക്കല്, താടി വെട്ടല്, ഇവയെല്ലാം പഠിപ്പിച്ചു തന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ്. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഒരു നാഗരികതയുടെ പിതാവ് എന്ന് പരിചയപ്പെടുത്തുന്നത്, വിശേഷിപ്പിക്കുന്നത്. ഈ വൃത്തിയും ഈ ശുചിത്വം നമ്മൾ മാതൃകയാക്കണമെന്നാണ് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മീശ മുറിക്കൽ എവിടെ നിന്ന് വന്ന ചര്യയാണ്? മീശ മുറിക്കല്, വായ കൊപ്പിളിക്കല്, അതിഥി സൽക്കാരം, വായ കഴുകല്, പല്ല് തേക്കല്, തല ചീകി വെക്കല്, നഖം വെട്ടല്, ഗുഹ്യരോമം നീക്കല്, ചേലാകർമ്മം ചെയ്യല്, കക്ഷരോമം നീക്കല്, ശുചീകരിക്കല്, താടി വെട്ടല്, ഇതെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയാണ് എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് നാഗരികതയുടെ പിതാവ് എന്നാണ്. നാഗരികതയുടെ പിതാവ്, അവിടെ നാഗരികതയുടെ അടിസ്ഥാനമായ ശുചിത്വവും അതുപോലെ തന്നെ വൃത്തിയും വെടുപ്പുമെല്ലാം നമുക്ക് പകർന്നു കിട്ടിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വൃത്തിക്കും ശുചിത്വത്തിനും വലിയധികം പ്രാധാന്യം തന്നെയുണ്ട്. അതിന് ദീനിന്റെ പകുതി എന്നാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അത്തൊഹൂറു ശത്റുൽ ഈമാൻ, അത്തൊഹൂറു ശത്റുൽ ഈമാൻ.
വൃത്തി എന്ന് പറയുന്നത്, ശുചിത്വം എന്ന് പറയുന്നത് അത് ഈമാനിന്റെ പകുതിയാണ്. നിങ്ങൾ ഏതൊരു മുസ്ലിമിനെ എടുത്തു വെച്ച് പരിശോധിച്ചു നോക്ക്, മറ്റ് മതവിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അവന്റെ വൃത്തിയിലാണ്. അവന്റെ നഖം നോക്കിയാലും, അവന്റെ താടി നോക്കിയാലും, അവന്റെ മീശ നോക്കിയാലും, അതുപോലെ തന്നെ അവന്റെ വൃത്തിയിൽ പരിശോധിച്ചു നോക്കിയാലും, അവന്റെ വസ്ത്രധാരണ രീതി നോക്കിയാലും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ പ്രത്യേകം ശുചിത്വമുള്ളവരായിരിക്കും. നമ്മൾ ബാത്റൂമിൽ പോയാൽ മൂത്രം ഒഴിച്ചിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് വരുന്നവരല്ല, അത് ശുചീകരിച്ചിട്ടായിരിക്കും എഴുന്നേറ്റ് വരുന്നത്. എന്നാൽ മറ്റ് വിഭാഗങ്ങളിലേക്ക് നിങ്ങളൊന്ന് കടന്നു നോക്ക്, അവർ ചിലപ്പോൾ ഗുഹ്യരോമം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ 40 ദിവസത്തേക്കാൾ കൂടുതൽ അത് നീക്കാതിരിക്കാൻ പാടില്ല, അത് നീക്കം ചെയ്യണമെന്നാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ കക്ഷരോമവും നമ്മുടെ ഗുഹ്യരോമവും എല്ലാം 40 ദിവസത്തേക്കാൾ കൂടുതൽ അതെന്ത് ചെയ്യാൻ പാടില്ല, നീക്കാതിരിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ നീക്കം ചെയ്യണം. 40 ദിവസത്തേക്കാൾ കൂടുതൽ അത് കൊണ്ടു നടക്കാൻ പാടില്ല. അത്രത്തോളം വൃത്തിയായി, വെടുപ്പായി, ശുചിത്വത്തിന്റെ വിഷയത്തിൽ നമ്മൾ എല്ലാവരും മുൻപന്തിയിലാണ്. അതെവിടെ നിന്നാണ് നമുക്ക് പകർന്നു കിട്ടിയത്? അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്നാണ്. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നാഗരികതയുടെ പിതാവ് എന്ന് പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ത്യാഗോജ്ജലമായ ജീവിതത്തിനെ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ ത്യാഗത്തിനെയും അവിടുത്തെ സഹനതയെയും അവിടുത്തെ ക്ഷമയെയും അവിടുത്തെ പരീക്ഷണങ്ങളിലുള്ള വിജയത്തെയും അവിടുത്തെ ആത്മാർത്ഥതയെയും അവിടുത്തെ ദൃഢനിശ്ചയത്തെയൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഓരോ ബലിപെരുന്നാളും സമാഗതമാകുന്നത് എങ്കിൽ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രസ്ഥാനത്തിന് തുല്യമായിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു വിഭാഗം ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക്, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ഒരു കാലയളവിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഉപരി ആർക്ക് ചെയ്യാൻ സാധിക്കും? ഒരു പ്രസ്ഥാനമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ മനുഷ്യനെ നമ്മൾ വലിയ സംഭവമാണ്, വലിയ പ്രസ്ഥാനം തന്നെ, അവന്റെ കഴിവ് അപാരം തന്നെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത്ഭുതത്തോടുകൂടി നമ്മൾ സംസാരിക്കാറുള്ളത്. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതാണ്, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്ത. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രസ്ഥാനമായിരുന്നു, നാഗരികതയുടെ പിതാവ് എന്നായിരുന്നു. മീശ മുറിക്കല് സുന്നത്താണ്, അതുപോലെ തന്നെ താടി വെട്ടി ഒതുക്കല് സുന്നത്താണ്, താടി വടിക്കല് തനിച്ച ഹറാമാണ്. ആണുങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പാപമാണ് താടി വടിക്കുക എന്നുള്ളത്. അത് ഹറാമാണ്. താടി വെട്ടി ഒതുക്കുക എന്നുള്ളതാണ് സുന്നത്ത്. അത് നമുക്ക് പല ആളുകളും അത് മനഃപൂർവമോ അറിയാതെയോ ഒക്കെ അത് ചെയ്തു പോകുന്നു. പിന്നെ പെരുന്നാൾ ദിവസം വരുമ്പോ ചെറുപ്പക്കാരിലും നമ്മുടെ മക്കളിലും നമ്മൾ കാണിച്ചു കൂട്ടുന്ന മറ്റൊരു വൃത്തികെട്ട ഒരു പരിപാടിയുണ്ട്. തലയിലൊക്കെ മുടി വെട്ടി കുളമാക്കി വെക്കുക എന്നുള്ളത്. ബാത്റൂം കഴുകുന്ന ബ്രഷ് പോലെ ഇത് തലയിരിക്കുന്നത് കാണാം. ഓരോരുത്തരും പള്ളിയിലേക്ക് വരുന്നത് കാണാം, വല്ലാത്ത അത്ഭുതം തോന്നും. ഓരോരുത്തരുടെ തലയിരിക്കണത് കാണണം. ചില ബാത്റൂം കഴുകുന്നതിന്റെ ബ്രഷ് ഫ്രണ്ടിലും പിറകിലും അതിന് എന്തുണ്ടാകും, പല്ലുണ്ടാകും എന്നതുപോലെയാണ്. ചില ആൾക്കാരുടെ ഇവിടെ ഇങ്ങനെ തീരെ പറ്റ, അവന്റെ കഴുത്തി പിടിച്ച ബാത്റൂമിൽ കൊണ്ടുവച്ച് ഉരച്ച് കഴുകാം. ആ രീതിയിൽ തല വെട്ടിക്കൊണ്ടുവരുന്നവരുണ്ട്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെല്ലാം നിരോധിച്ചതാണ്. മാന്യമായി വസ്ത്രം ധരിച്ച്, മാന്യമായി മുടിവെട്ടി, മാന്യമായി താടിവെട്ടി, മാന്യമായി വൃത്തിയും വെടുപ്പോടും കൂടി പരിശുദ്ധമായ ബലിപെരുന്നാൾ ദിവസത്തിന് ധന്യമാക്കേണ്ടതിന് പകരം സുബ്ഹാനല്ലാഹ് ഇന്നത്തെ ചെറുപ്പക്കാരും യുവതലമുറകളും നമ്മുടെ മക്കളും കാണിച്ചു കൂട്ടുന്നത് തലമുടികൾ വൃത്തികേടാക്കിയും അതുപോലെ തന്നെ ഷർട്ടും പാന്റുമെല്ലാം അവിടെയും ഇവിടെയും കീറിയത് നിസ്കരിച്ചാൽ പോലും അത് സ്വീകരിക്കുമോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളും ധരിച്ചു കൊണ്ടുവന്ന് പവിത്രമായ ഒരു ദിവസത്തിനെ കളങ്കപ്പെടുത്തുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു. സുബ്ഹാനല്ലാഹ്, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം. ആ മാറ്റം വരാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിന്റെ വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. അതായിരിക്കണം ബലിപെരുന്നാളിന്റെ സന്ദേശം. അല്ലാതെ ബലിപെരുന്നാൾ ദിവസം ഇറച്ചി വാങ്ങി ബിരിയാണി വെച്ച് എല്ലാവരും കൂടി ഇരുന്ന് അങ്ങോട്ട് ഭക്ഷിച്ച്, മൃഷ്ടാനം അങ്ങോട്ട് ഭക്ഷിച്ച്, എന്നിട്ട് കിടന്നുറങ്ങി, എന്നിട്ട് മറ്റെവിടെയെങ്കിലും ടൂറിന് പോയി, ഇതല്ല ബലിപെരുന്നാളിന്റെ സന്ദേശം. എന്താണ് ബലിപെരുന്നാളിന്റെ സന്ദേശം? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഓർക്കുക, സ്മരിക്കുക. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സഹനതയും ക്ഷമയും പാഠവും ആത്മാർത്ഥതയും നിഷ്കളങ്കതയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തുക എന്നുള്ള പാഠമാണ്. ഇന്ന
ഇബ്രാഹീമ കാന ഉമ്മത, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രസ്ഥാനമാണ്, ഒരു സംഭവമാണ്, ഒരു സമൂഹമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇനി രണ്ടാമതായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ആരായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നറിയുമോ? കാനത്തൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാനത്തൻ ലില്ലാഹ്, അങ്ങേയറ്റം വണക്കം പ്രകടിപ്പിക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഭക്തനായിരുന്നു, സൂക്ഷ്മത പുലർത്തുന്നവരായിരുന്നു, അല്ലാഹുവിനെ വളരെയധികം അനുസരിക്കുന്ന മനുഷ്യനായിരുന്നു, വളരെയധികം പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു, വളരെയധികം വണങ്ങുന്ന മനുഷ്യനായിരുന്നു. ഈ 22-ാം നൂറ്റാണ്ടിലേക്ക് കാലെടുത്ത് വെച്ച ഞാനും നിങ്ങളും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അധർമ്മകാരികളായിട്ടല്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എവിടെയാണ് അങ്ങേയറ്റം വണക്കം പ്രകടിപ്പിക്കുന്നത്? നമുക്ക് എന്തൊക്കെ നന്മകളാണ് അല്ലാഹു തആല തന്നിട്ടുള്ളത്? അതിനൊക്കെ നമ്മൾ വണക്കം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ടോ? അല്ലാഹു തന്ന സമ്പത്തിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ടോ? നമ്മുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ടോ? നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ടോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ടോ? നമ്മൾ ജോലി ചെയ്യുന്ന ജോലി ഹലാലാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്ത് അതിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയത് കാനിത്തൻ ലില്ലാഹ്, അങ്ങേയറ്റം വണക്കം പ്രകടിപ്പിക്കുന്നവരാണ്, അങ്ങേയറ്റം സൂക്ഷ്മത പ്രകടിപ്പിക്കുന്നവരാണ്, അങ്ങേയറ്റം അല്ലാഹുവിനെ അനുസരിക്കുന്നവനാണ്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. ഇക്കാര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ച താല്പര്യം തന്നെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. വൈദ ഖാല ലഹു റബ്ബുഹു അസ്ലിം, അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ഇബ്രാഹിമേ അസ്ലിം, നീ ഒരു അനുസരണയുള്ള മുസ്ലിമാകണേ. ഇബ്രാഹിമേ അസ്ലിം, നീ മുസ്ലിമാകണേ. മുസ്ലിമാകണം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ള, അല്ലാഹുവിന് വഴിപ്പെടുന്ന, സൂക്ഷ്മത പുലർത്തുന്ന, അങ്ങേയറ്റം വണക്കം പ്രകടിപ്പിക്കുന്ന സൂക്ഷ്മതയുള്ള മുസ്ലിമാകണേ ഇബ്രാഹിമേ. അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞതാ. അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അതേ റബ്ബേ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, എന്റെ സൃഷ്ടാവിനോട് ഞാൻ അങ്ങേയറ്റം വണക്കം പ്രകടിപ്പിക്കുന്നവനാണ്, അങ്ങേയറ്റം അനുസരണയുള്ളവനാ, അങ്ങേയറ്റം സൂക്ഷ്മത പുലർത്തുന്നവരാ. അപ്പൊ നമ്മളോട് എന്റെ അടുത്തും നിങ്ങളടുത്തുമാണ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞതെന്ന് കരുതുക. അല്ലാഹു ആണെങ്കിലോ അല്ലെ മറ്റേതെങ്കിലും ആളുകള് നിങ്ങളടുത്ത് ഒരു കാര്യം നിങ്ങളടുത്ത് പറഞ്ഞിടാ, നീ അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്കാണെങ്കിലോ 100 കൂട്ടം സംശയങ്ങളും 100 കൂട്ടം ചോദ്യങ്ങളുമായിരിക്കും. എന്തിനു ഉസ്താദ് അത് ചെയ്യണത്? അത് എന്തിനത് ചെയ്യണത്? എന്തിന് പോകണത്? എപ്പോഴാ ചെയ്യേണ്ടത്? എത്ര മണിക്കാ ചെയ്യേണ്ടത്? എങ്ങനെയാ ചെയ്യേണ്ടത്? ഏത് രീതിയിലാ ചെയ്യേണ്ടത്? ആരെ കൊണ്ടാണ് ചെയ്യിക്കേണ്ടത്? എപ്പോഴാ ചെയ്യേണ്ടത്? ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉസ്താദേ? അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉസ്താദേ? അത് കിട്ടിയാലുള്ള പ്രതിഫലം എന്താ? ഇത് അല്ലാഹുവിൽ നിന്നും കൂലി കിട്ടോ? ഇത് ഖുർആനിലുണ്ടോ? ഇത് ഹദീസിലുണ്ടോ? അതുപോലെ തന്നെ ഇജ്മാഇലുണ്ടോ? ഖിയാസിലുണ്ടോ? ഇത് മുസ്ലിമീങ്ങളുടെ പ്രമാണങ്ങളാണോ? മുൻഗാമികൾ ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ അത് ചെയ്താലുള്ള ഭവിഷ്യത്ത് എന്താണ്? എന്നിങ്ങനെയുള്ള 100 കണക്കിന് ചോദ്യങ്ങൾ നമ്മൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെയായിരുന്നില്ല. ഇബ്രാഹിമേ, നീ ഏറ്റവും ഉത്തമനായ അനുസരണയുള്ള ഒരു മുസ്ലിമാകണമെന്ന് അല്ലാഹു തആല പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറിച്ചൊന്നും ചിന്തിക്കാതെ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ അനുസരിക്കാം റബ്ബേ, ഞാൻ സ്വീകരിക്കാം റബ്ബേ, ഞാൻ സൂക്ഷ്മത പുലർത്താം റബ്ബേ, ഞാൻ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാം റബ്ബേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു തആലയോട് പറഞ്ഞുവെങ്കിൽ, രണ്ടാമതായിട്ട് ഈ ബലിപെരുന്നാളിൽ ഈ പള്ളിക്കകത്ത് ഒരുമിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് അല്ലെങ്കിൽ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഖാനിത്തൻ ലില്ലാഹ്, അങ്ങേയറ്റം അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകണം, അങ്ങേയറ്റം അല്ലാഹുവിന് വണക്കം പ്രകടിപ്പിക്കുന്നവരാകണം, അങ്ങേയറ്റം അല്ലാഹുവിനോട് നന്ദി ചെയ്യുന്നവരാകണമെന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മുടെ ഈ മജ്ലിസ് അനുഗ്രഹീതമായ
പ്രതീകമാകുന്ന ഈ മജ്‌ലിസ് മറ്റെല്ലാ മുഅ്മിനീങ്ങളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുകയും അതുപോലെ തന്നെ മറ്റെല്ലാ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും സ്റ്റാറ്റസ് വെക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്കറിയാം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുമെന്ന് അറിയാം. എന്നാലും എല്ലാ ദിവസവും പറയുന്നത് പോലെ ഒരു പതിവായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. എന്നാലും ഇൻഷാ അല്ലാഹ് എല്ലാവരും നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടൊപ്പം ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിനോടൊപ്പം സർവോപരി ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നമ്മളെല്ലാവരെയും സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൂന്നാമതായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിശേഷണത്തെ പറ്റി വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഹനീഫൻ ലില്ലാഹ്. 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഒരു മടിയും കൂടാതെ പടച്ച തമ്പുരാനോട് നമ്മൾ പറയുന്ന വാചകമാണ് ഹനീഫൻ ലില്ലാഹ്. ഈ പ്രയോഗം നമ്മൾ നടത്താറുണ്ട്. എപ്പോഴാണെന്നറിയുമോ? നിസ്കരിക്കാൻ കൈകെട്ടിയതിന് ശേഷം വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഞാനും നിങ്ങളും പറയാറുണ്ട് ഹനീഫൻ മുസ്ലിമാ. ഒരുപാട് ആയത്തുകളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഹനീഫ ഋജുമാനസൻ എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ മറ്റ് വിശ്വാസങ്ങളിലേക്കോ മറ്റ് ആചാരങ്ങളിലേക്കോ മറ്റ് അനുഷ്ഠാനങ്ങളിലേക്കോ മറ്റ് വേണ്ടാത്ത ചിന്താധാരകളിലേക്കോ തിരിയാത്ത യഥാർത്ഥ കറകളഞ്ഞ അടിയുറച്ച വിശ്വാസം. അങ്ങനെയാകാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഓരോ ബലിപെരുന്നാളിന്റെ സന്ദേശത്തിലും അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഹനീഫൻ ലില്ലാഹ്. ഒരുപാട് ആയത്തുകളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഹനീഫ എന്ന് വിളിക്കുന്നുണ്ട്. എന്താ ഹനീഫൻ? ഋജുമാനസൻ. മറ്റൊരു മതത്തിലേക്കോ മറ്റൊരു വിശ്വാസത്തിലേക്കോ മറ്റൊരു ആചാരങ്ങളിലേക്കോ അനുഷ്ഠാനങ്ങളിലേക്കോ ചായാത്തയാള്, ഒരു നിസ്വാർത്ഥമായി അടിയുറച്ച് വിശ്വസിക്കുന്ന ആള് എന്നാണ് അതിനർത്ഥം. എല്ലാ ആൾദൈവങ്ങളിൽ നിന്നും എല്ലാ ചിന്താഗതികളിൽ നിന്നും എല്ലാ പ്രത്യയ ശാസ്ത്രങ്ങളിൽ നിന്നും മാറി ഇസ്ലാമിലേക്ക് സമ്പൂർണമായി ചായുന്നവൻ എന്നാണ് ഈ ഹനീഫൻ എന്നതിന്റെ അർത്ഥം. പക്ഷേ 5 നേരത്തെ നിസ്കാരങ്ങളിൽ നിസ്കരിക്കുന്നവരാണ് കേട്ടോ. 5 നേരത്തെ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുന്നു വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. പടച്ചവനെ നീ ഞങ്ങളെ ഹനീഫൻ മുസ്ലിമാക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളിലേക്കോ ആചാരങ്ങളിലേക്കോ തത്വശാസ്ത്രങ്ങളിലേക്കോ മറ്റ് ആൾദൈവ വിശ്വാസത്തിലേക്കോ അതുപോലെ തന്നെ മറ്റ് ജ്യോത്സ്യത്തിലേക്കോ നീ ഞങ്ങളെ ചായ്ച്ചു കളയല്ലേ റബ്ബേ. അതിലേക്ക് ഞങ്ങളെ നീ കൊണ്ടിട്ട് എത്തിക്കരുതേ റബ്ബേ. നമ്മളാണെങ്കിൽ അതേ നമ്മൾ ചെയ്യൂ. നമ്മളാണെങ്കിലോ അല്പവിശ്വാസികളാണ്. ആൾദൈവങ്ങളുടെയും വിഗ്രഹങ്ങളുടെയും ജ്യോത്സ്യത്തെയും വിശ്വസിക്കാനും വഴിപ്പെടാനും തയ്യാറാകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പഠിപ്പിച്ചു തരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്ന മൂന്നാമത്തെ സ്വഭാവ വിശേഷണം ഹനീഫൻ ലില്ലാഹ്. ഹനീഫൻ ലില്ലാഹ്, ഹനീഫൻ ലില്ലാഹ്. ആ വിശേഷണം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് വിശുദ്ധമായ ഖുർആൻ. ദൈവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ജ്യോത്സ്യന്മാരുണ്ടായിട്ടുണ്ട്, കവടി നിരത്തുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്, മറ്റ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ആളുകളൊക്കെയുണ്ട്. എന്നാൽ യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് അവൻ ഹനീഫൻ ലില്ലാഹ്.
ആൾ ദൈവങ്ങളുടെയും പിറകെ പോകില്ല, ഒരു വിഗ്രഹങ്ങളുടെയും പിറകെ പോകില്ല, ഒരു ജ്യോത്സ്യത്തെയും അവൻ വിശ്വസിക്കില്ല, ഒരു പക്ഷിശാസ്ത്രത്തെയും അവൻ വിശ്വസിക്കില്ല. അവന്റെ വിശ്വാസം അവന്റെ വിശ്വാസം അവന്റെ വിശ്വാസം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഉള്ളതുപോലത്തെ വിശ്വാസമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഈ ബലിപെരുന്നാൾ ദിവസത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് ആൾദൈവം ഇന്നും ഇന്നലെയും നാം കണ്ടതാണ്. സ്വയം രക്ഷിക്കാൻ കഴിയാത്ത മനുഷ്യനെ ആൾദൈവമായി വാഴിച്ചതിന്റെയൊക്കെ പരിണിത ഫലം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞതാണ്. ഹരിയാനയിലെ 700ഓളം ഏക്കർ വിസ്തൃതിയുള്ള ആശ്രമത്തിൽ 10,000-ഓളം വരുന്ന സർവായുധരായ സ്വന്തം സേനയുടെ പിൻബലത്തിൽ നമ്പർ പ്ലേറ്റ് ഉപയോഗിക്കാത്ത വിദേശ ആഡംബര കാറുകളിൽ അർമാദിച്ച് ആർഭാടത്തോടെ ജീവിച്ചിരുന്ന പോലീസിനെയും സർക്കാരിനെയും ഭീഷണിപ്പെടുത്തി തന്റെ സർവ്വമേഖലയിലും തന്റെ മേൽക്കോയ്മ അറിയിച്ച സിനിമ, ആൽബം, റിയൽ എസ്റ്റേറ്റ്, വിദേശ നിക്ഷേപം, തട്ടിപ്പ്, കൊലപാതകം, രാഷ്ട്രീയം, അതുപോലെ തന്നെ വ്യഭിചാരം നടത്തി അരാജകത്വത്തിൽ തിമിർത്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു ആൾ ദൈവമുണ്ടായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിന്റെ പേര് ഗുർമിത് റാം റഹീം എന്നാണ്. ഇന്ന് അദ്ദേഹം സുഹരിയ ജയിലിൽ പച്ച തറയിൽ കിടക്കുകയാണ്. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പോരാട്ടം സ്മരിക്കപ്പെടുന്നത്. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്മരണ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിശേഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്രൂദ് എന്ന ധിക്കാരിയായ ആൾ ദൈവത്തിന്റെ മുമ്പിൽ പോയി സത്യമത പ്രബോധനം നടത്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചങ്കൂറ്റും ഈമാനും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ആദർശം പണയം വെച്ച് ജീവിക്കേണ്ടി വരരുത്. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. കുഴിച്ചു മൂടിയ അന്ധവിശ്വാസം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമുക്ക് പാഠമാക്കണം. ആസുരത മുറ്റിയ രജനികളിൽ അന്ധകാരം ഭുജക സമാനമായി തകർത്താടുന്ന ഉത്തരാധുനികതയുടെ നടുമുറ്റത്ത് ജീർണതയുടെ കാർമുകിലുകൾ ആലാവൃതമായ സാംസ്കാരിക വിഹായസിന്റെ കീഴിൽ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് കൂപ്പുകുത്തി വീഴാൻ വിധിക്കപ്പെട്ടവരായി ജ്യോത്സ്യത്തിലും അതുപോലെ തന്നെ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ആഭിചാരത്തിലും ഒക്കെ നമ്മൾ വീണുപോകാൻ നമ്മൾ ഒരിക്കലും വീണുപോകാൻ ശ്രമിക്കരുത്. അതിന്റെ ആ വഴിയിലേക്ക് നമ്മൾ സഞ്ചരിക്കുക പോലും ചെയ്യരുത്. ആ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പോലും ചെയ്യരുത്. അങ്ങനെയുള്ളവർ യഥാർത്ഥ വിശ്വാസിയാകില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിശേഷണത്തെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നാം ഓരോരുത്തരും ഹനീഫൻ ായിരിക്കണം, ഋജുമാനസനായിരിക്കണം. നമുക്ക് ആൾ ദൈവം വേണ്ട, പക്ഷിശാസ്ത്രം വേണ്ട, ജ്യോത്സ്യം വേണ്ട, കബഡി നിരത്തൽ വേണ്ട, അതുപോലെ തന്നെ ആൾ ദൈവങ്ങൾ വേണ്ട, മറ്റ് ആചാരങ്ങളും മറ്റ് അനുഷ്ഠാനങ്ങളും മറ്റ് മതവിശ്വാസങ്ങളും നമ്മൾ അതിങ്ങനെ വാരി പുണരണ്ട. അത് നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല, അല്ലാഹു തആല നമുക്ക് ഹിദായത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ സ്വഭാവ വിശേഷണമാണ് ഹനീഫൻ ലില്ല. ഒന്നാമതായിട്ട് പറഞ്ഞു, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്താ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രസ്ഥാനത്തിന് തുല്യമായിരുന്നു. കാനിത്തൻ ലില്ലാ, അങ്ങേയറ്റം വണക്കം പ്രകടിപ്പിക്കുന്നവരായിരുന്നു. ഹനീഫ, ഋജുമാനസനായിരുന്നു. മറ്റു ദൈവങ്ങളെയോ മറ്റു വിശ്വാസങ്ങളെയോ മറ്റു വിഗ്രഹങ്ങളെയോ മറ്റ് ആദർശത്തെയോ മറ്റ് അനുഷ്ഠാനങ്ങളെയോ പിൻപറ്റാത്ത ആളായിരുന്നു. വലം യകു മിനൽ മുശ്രികീൻ,
ജൂതന്മാരും ക്രിസ്ത്യാനികളും മക്ക മുശ്രിക്കുകളും ഒക്കെ പറയുന്നത് പോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബഹുദൈവ വിശ്വാസിയല്ല, കറകളഞ്ഞ ഏകദൈവ വിശ്വാസിയായിരുന്നു. ഉറച്ച വിശ്വാസം, പതറാത്ത പാദവും ചിതറാത്ത ചിത്തവുമായി മുസ്ലിമായി ജനിച്ച നാം മുസ്ലിമായി തന്നെ മരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടായിരിക്കണം ഓരോ ബലിപെരുന്നാളും സമാഗതമാകുമ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സഹിച്ച കഷ്ടതകളും ഇബ്രാഹിം നബി അലൈഹിസ്സലാം സഹിച്ച വേദനകളും നൊമ്പരങ്ങളും ത്യാഗങ്ങളും ക്ഷമകളുമൊക്കെ പരീക്ഷണങ്ങളുമൊക്കെ അയവറക്കിക്കൊണ്ട് ബലിപെരുന്നാൾ ആഘോഷിക്കേണ്ടത്. അങ്ങനെ ആയിരിക്കണം നമ്മൾ ആഘോഷിക്കേണ്ടത്. അല്ലാതെ ഇറച്ചി മേടിക്കാൻ ഇപ്പൊ കാശുള്ളവന് ഇപ്പൊ എല്ലാവർക്കും പറ്റും അല്ലേ? ഈ മാതൃകാ വിശേഷണങ്ങളൊക്കെ നേടിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് ഖലീലുല്ലാഹ്, അല്ലാഹുവിന്റെ ഖലീൽ എന്ന, അല്ലാഹുവിന്റെ ഖലീൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിശേഷണങ്ങളാണ് സൂറത്തുൻ നഹ്ലിലൂടെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ബലിപെരുന്നാളിലേക്ക് കാലെടുത്ത് വെക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിശേഷണങ്ങൾ, ജീവിതവും, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗോജ്ജലമായ കഠിനാധ്വാനങ്ങൾ, ഇവിടുത്തെ പരീക്ഷണങ്ങൾ, സഹനതകൾ, ത്യാഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാഠമാകണം, സന്ദേശമാകണം. അതായിരിക്കണം ഓരോ ബലിപെരുന്നാൾ സന്ദേശത്തിലും നമ്മുടെ മനോമുഖരങ്ങളിലേക്കും കടന്നു വരേണ്ടത്. അല്ലാഹു തആല നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതൊക്കെ സൂക്ഷ്മതയോടുകൂടി, ത്യാഗസന്നദ്ധതയോടുകൂടി, അനുസരണയോടുകൂടി, നന്ദിയുള്ള രീതിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചപ്പോൾ കൊടുത്ത പരീക്ഷണങ്ങളിലെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ചപ്പോൾ ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല ഇട്ട പേരാണ് ഖലീലുല്ലാഹ്, എന്റെ ആത്മമിത്രമേ. നമുക്കും അല്ലാഹുവിന്റെ ഖലീലാകാൻ സാധിക്കണം, നമുക്കും അല്ലാഹുവിന്റെ ഖലീലാകാൻ കഴിയണം. എങ്ങനെ കഴിയണം? ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമുക്കും ഖലീലാകാൻ കഴിയണം. ഖലീലുർ റഹ്മാൻ, അല്ലാഹുവിന്റെ റഹ്മാനിന്റെ ഇഷ്ടക്കാരൻ, അല്ലാഹുവിന്റെ സ്നേഹിതനെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല വിശേഷിപ്പിച്ചത് ഈ സ്വഭാവ ഗുണങ്ങളൊക്കെ കൊണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ശരീരത്തിലെ ഓരോ കോശങ്ങളിൽ പോലും വിശ്വാസത്തിന്റെ ദൃഢതയെത്തിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഈ സന്ദർഭത്തിൽ നമുക്ക് മാതൃകയാക്കാം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരെയും അനുസരണയുള്ള, വിശ്വാസമുള്ള, ദൃഢനിശ്ചയമുള്ള, ഈമാനുള്ള മുഅ്മിനീങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതായിരിക്കട്ടെ നമ്മുടെയൊക്കെ ബലിപെരുന്നാൾ സന്ദേശവും. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലേ? പെരുന്നാൾ നിസ്കാരത്തിലേക്ക് കടക്കുകയാണ് നാളെ. പെരുന്നാൾ ദിവസത്തിലെ സുന്നത്തുകളും നമ്മുടെയൊക്കെ മുൻഗാമികൾ ചെയ്തു പോയ മാതൃകകളെയും പറ്റി ഇൻഷാ അല്ലാഹ് രണ്ട് വാക്ക് പറഞ്ഞ് നമുക്ക് ഇസ്തിഗ്ഫാറുകളും അതുപോലെ തന്നെ തഹ്ലീലുകളും തക്ബീറുകളും ഒക്കെ ചൊല്ലി ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് നമുക്ക് സമാപിപ്പിക്കാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പെരുന്നാൾ ദിവസത്തിലെ ഒന്നാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത് കുളിക്കുക. പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിനായി പ്രത്യേകം കുളിച്ച് ശുദ്ധിയാകുന്നത് നല്ലതാണ്. നാഫി റളിയല്ലാഹു തആല അൻഹു അന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കാന യഗ്തസിലു യൗമൽ ഫിത്രി ഖബല അൻ യഗ്ദുവ ഇലൽ മുസല്ലാ. പെരുന്നാൾ ദിവസം മൈതാനത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കുളിക്കുമായിരുന്നു. ഒരിക്കൽ അലിയാരി തങ്ങളോട് കുളിയെക്കുറിച്ച് സഹാബത്ത് ചോദിച്ചപ്പോൾ അലിയാരി തങ്ങൾ പറയുകയാണ്, നീ ഉദ്ദേശിക്കുന്നെങ്കിൽ എല്ലാ ദിവസവും കുളിക്കുക. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതല്ല അലിയാരി തങ്ങളെ ഞാൻ ചോദിച്ചത്, സുന്നത്തായ കുളിയെ കുറിച്ചാണ്. സുന്നത്തായ കുളികളൊക്കെ ഏതൊക്കെയായിരിക്കുമെന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അലിയാരി തങ്ങൾ പറഞ്ഞു, അത് ജുമാ ദിവസം കുളിക്കൽ അത് പ്രത്യേകം സുന്നത്താണ്. അറഫാ ദിവസം കുളിക്കൽ അത് പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ ഈദുൽ ഫിത്ർ ദിവസത്തിൽ കുളിക്കല് പ്രത്യേകം സുന്നത്താണ്. ഈദുൽ അദ്ഹ ദിവസത്തിൽ കുളിക്കല് അത് പ്രത്യേകം സുന്നത്താണ്. അതുകൊണ്ട് തന്നെ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന
വരുന്നവരെല്ലാം അതിനുവേണ്ടി കുളിക്കൽ സുന്നത്താണ്. പിന്നെ രണ്ടാമതായിട്ട് പെരുന്നാൾ ദിവസത്തിലെ സുന്നത്ത് എന്ന് പറയുന്നത് നല്ല വസ്ത്രം ധരിക്കുക. പെരുന്നാൾ നിസ്കാരത്തിനായി ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പോകേണ്ടത്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അങ്ങാടിയിൽ നിന്ന് ഒരു ജുബ്ബ എടുത്തുകൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ട് യാ റസൂലല്ലാഹ് ഇബ്തഹാദിഹി തജമ്മൽ ബിഹാലിൽ ഈദി വൽ വുഫൂദ്, അല്ലാഹുവിന്റെ റസൂലേ ഇത് നിങ്ങൾ വാങ്ങിക്കുക, പെരുന്നാളിനും നിവേദക സംഘങ്ങളെ സ്വീകരിക്കുന്നതിനും അങ്ങേക്ക് ഇതുകൊണ്ട് ഒരുങ്ങാമല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജുമാ ദിവസത്തിലും ഈദ് ദിവസത്തിലും ധരിക്കാൻ പ്രത്യേകം വസ്ത്രമുണ്ടായിരുന്നു എന്ന് ഇബ്നു ഖുസൈമയുടെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്നത്താണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കലും കഴിവുണ്ടെങ്കിൽ പുതുവസ്ത്രം മേടിക്കലും സുന്നത്താണ് എന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് പെരുന്നാളുകളിലും പുറത്തിറങ്ങുമ്പോൾ തന്റെ വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ളത് ധരിക്കുമായിരുന്നു. അവിടത്തേക്ക് രണ്ട് പെരുന്നാളുകൾക്കും ജുമയ്ക്കും ധരിക്കാൻ പ്രത്യേക വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിലെ മറ്റൊരു സുന്നത്താണ് സുഗന്ധം പൂശുക എന്നുള്ളത്. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞാൻ അറിവുള്ളവരിൽ നിന്നും കേട്ടിട്ടുണ്ട്, എല്ലാ പെരുന്നാളിനും അലങ്കാരവും സുഗന്ധവും അവർ സുന്നത്താക്കിയിരുന്നു. എന്നാൽ ഏതവസരത്തിലായാലും സ്ത്രീക്ക് പുറത്തിറങ്ങുമ്പോൾ സുഗന്ധം ഉപയോഗിക്കൽ നിഷിദ്ധമാണ്. സ്ത്രീകൾ സ്പ്രേ ഉപയോഗിക്കലും അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കലും അത് പുറത്തിറങ്ങുമ്പോൾ അത് നിഷിദ്ധമാണ്. വീട്ടിൽ നിൽക്കുന്നവർക്കോ ഭർത്താവിന്റെ അടുക്കൽ നിൽക്കുന്നവർക്കൊക്കെ അത് ഉപയോഗിക്കാമെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുറത്തിറങ്ങുമ്പോൾ സ്ത്രീക്ക് സുഗന്ധം ഉപയോഗിക്കൽ നിഷിദ്ധമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം ആ വിഷയം. ഇനി നാലാമതായിട്ട് പെരുന്നാൾ ദിവസത്തിലെ മറ്റൊരു സുന്നത്താണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അബ്ദുല്ലാഹിബ്നു ഖുറൈദ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, തന്റെ പിതാവിൽ നിന്നും ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയ പെരുന്നാൾ ദിവസം വല്ലതും കഴിക്കാതെ മുസല്ലയിലേക്ക് പോകാറുണ്ടായിരുന്നില്ല. ബലിപെരുന്നാൾ ദിവസത്തിലാണെങ്കിലോ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചിട്ടല്ലാതെ വല്ലതും ഭക്ഷിക്കാറുമുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ചെറിയ പെരുന്നാളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കണം നാം പള്ളിയിലേക്ക് പോകേണ്ടത്. എന്നാൽ ബലിപെരുന്നാൾ ദിവസത്തിൽ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണം കഴിക്കലാണ് സുന്നത്ത് എന്നാണ് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കലാണ് സുന്നത്ത്. ഇനി അഞ്ചാമതായിട്ട് തക്ബീർ ചൊല്ലുക എന്നുള്ളതാണ്. സുഹുരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈദിൽ പുറപ്പെട്ടത് മുതൽ മുസല്ലയിൽ എത്തി ഈദ് നമസ്കാരം നിർവഹിക്കുന്നത് വരെ തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു. നമസ്കാരം നിർവഹിച്ചാൽ പിന്നെ തക്ബീർ നിർത്തും. പിന്നെ അയ്യാമു തശ്രീഖ് വരെയുള്ള നിസ്കാരങ്ങൾക്ക് പിറകെ തക്ബീർ ചൊല്ലല് സുന്നത്താണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബലിപെരുന്നാളിന്റെ ഇതാണ് തക്ബീർ. ഈ തക്ബീർ ബലിപെരുന്നാളിൽ അറഫാ ദിനത്തിന്റെ ദുൽഹിജ്ജ 9 പ്രഭാതം മുതൽ ദുൽഹിജ്ജ 13 അയ്യാമു തശ്രീഖിന്റെ അവസാന ദിനം അസർ നമസ്കാരം വരെയാണ് തക്ബീർ ചൊല്ലല് സുന്നത്തുള്ളത്. ആ തക്ബീറുകൾ നിങ്ങൾ നമസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ദുആക്ക് മുമ്പ് ആ തക്ബീർ ചൊല്ലുക. പിന്നെയോ ഈദ്ഗാഹുകളിലേക്ക് വളരെ നേരത്തെ പോകുക, പള്ളിയിലേക്ക് വളരെ നേരത്തെ തന്നെ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പോവുക എന്നുള്ളത് ആ ബലിപെരുന്നാൾ ദിവസത്തിന്റെ പ്രത്യേകം സുന്നത്തുകളാണ്. അതുപോലെ തന്നെ ഉളുഹിയ അറുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുക, ഉളുഹിയത്ത് മൃഗത്തിനെ കാണുമ്പോൾ തക്ബീർ ചൊല്ലുക, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന തക്ബീർ ചൊല്ലുക. അതുപോലെ തന്നെ പരസ്പരം മുസാഫഹത്ത് ചെയ്യുക, പരസ്പര ഈദ് സന്ദേശങ്ങൾ കൈമാറുക. പിണങ്ങി കഴിയുന്നവരുണ്ടെങ്കിൽ പിണക്കം മാറ്റുക, അങ്ങനെ കുടുംബ സന്ദർശനം നടത്തുക. രോഗികളുണ്ടെങ്കിൽ രോഗ സന്ദർശനം നടത്തുക. നല്ല നല്ല
സ്ഥലങ്ങളിലേക്ക് സിയാറത്ത് പോകുക, ഇതൊക്കെ ബലിപെരുന്നാളിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണ്. സ്വതക്ക കൊടുക്കാൻ പറ്റുമെങ്കിൽ സ്വതക്ക കൊടുക്കുക, ദാനധർമ്മങ്ങളിൽ മുഴുകുക. ഉലുഹിയത്തിന് മൃഗത്തിനെ അറുത്തു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ ഉലുഹിയത്ത് മൃഗത്തിനെ അറുത്തു കൊടുക്കുക. അതുപോലെ തന്നെ പിണങ്ങിക്കഴിയുന്നവരുമായിട്ട് അവരെ സുൽഹാക്കി അവരെ പിണക്കം മാറ്റിയെടുക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ശ്രമിക്കണം. ഇതൊക്കെ ബലിപെരുന്നാൾ ദിവസത്തിൽ പ്രത്യേകം നമ്മൾ ചെയ്യേണ്ട ഓർത്തിരിക്കേണ്ട കർമ്മങ്ങളാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഈമാൻ തന്ന് അനുഗ്രഹിക്കട്ടെ, മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ശേഷം ബലിപെരുന്നാൾ നിസ്കരിച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, 2 ഖുതുബയും കേട്ട് പരസ്പരം മുസാഫഹത്തും ചെയ്ത് മുആനക്കയും ചെയ്ത് ഈദ് സന്ദേശങ്ങളും പറഞ്ഞ് എല്ലാ പിണക്കങ്ങളും മാറ്റി സന്തോഷത്തോടു കൂടി ആയിരിക്കണം എല്ലാവരും ബലിപെരുന്നാളിനെ സ്വീകരിക്കേണ്ടത്. അല്ലാതെ അപ്പോഴും പിണക്കത്തിലും കലഹങ്ങളിലും വിദ്വേഷങ്ങളിലും വെറുപ്പിലുമൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് എവിടെയാണ് ഈ ബലിപെരുന്നാൾ കൊണ്ട് അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്ദേശം കൊണ്ട് നിങ്ങൾക്ക് എവിടെയാണ് ഉപകാരമുണ്ടാവുക? അങ്ങനെ ഉണ്ടാകണമെങ്കിൽ എല്ലാം മറന്ന് നമ്മൾ ഒന്നിക്കാനും പരസ്പരം സ്നേഹിക്കാനും പരസ്പരം സന്തോഷം പങ്കിടാനും ഒക്കെ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ, മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ബലിപെരുന്നാൾ രാവുമാണ്, അതുപോലെ തന്നെ അറഫാ ദിനവുമാണ്. അറഫാ ദിനവുമാണ്, ബലിപെരുന്നാൾ രാവുമാണ്. ഈ അറഫാ ദിനത്തിൽ പ്രത്യേകം സുന്നത്തുള്ള ഒരു പ്രാർത്ഥനയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് ഓതണം. എല്ലാവരും ഓതൂലേ കുറച്ച് നേരത്തേക്ക്? ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് തക്ബീറും ചൊല്ലി ഇൻഷാ അല്ലാഹ് 3 ഫാത്തിഹയും ഓതി അസ്മാഉൽ ഹുസ്ന ഓതി നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ മജ്ലിസ് കാണുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഒരു സ്റ്റാറ്റസ് എങ്കിലും വെക്കണം, അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം. ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾ ആ ലിങ്കിൽ കയറിയിട്ട് ഇൻഷാ അല്ലാഹ് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നോമ്പ് പിടിച്ചവർ എത്ര പേരുണ്ട്? ഇന്ന് നോമ്പ് പിടിച്ചവർ എത്ര പേരുണ്ട്? എല്ലാരും നോമ്പ് പിടിച്ചോ? ഞാനും നോമ്പ് പിടിച്ചു. നിങ്ങൾ നോമ്പെടുത്തോ? അറഫാ ദിവസത്തിൽ പ്രത്യേകം സുന്നത്തായിരുന്നല്ലോ, ശക്തിമത്തായ സുന്നത്തായിരുന്നു ഇന്നത്തെ ദിവസം നോമ്പെടുക്കുക എന്നുള്ളത്. സുന്നത്ത് നോമ്പെടുത്തോ? ഉമ്മു ഹബീബ, സാജിദ യൂനുസ്, ജീം ഖാൻ, ഷബാന, ഹഫ്സത്ത്, അതുപോലെ തന്നെ ഹഫ്സ ഷംസുദ്ദീൻ നോമ്പെടുത്തായിരുന്നു. ഇഷ്കെ മദീന, നിഷാദ് സാഹിബ്, പാത്തു എന്ന സഹോദരി. ഇങ്ങനെ ഓരോരുത്തരായിട്ട് പറഞ്ഞേ നോക്കട്ടെ, നോമ്പെടുത്തോ നോക്കട്ടെ. നമ്മുടെ ലൈവ് കണ്ടിട്ട് നോമ്പെടുക്കാൻ പറ്റാത്തവര് ചെയ്യണ്ട കേട്ടാ. അനസ് പി എസ് നോമ്പെടുത്തായിരുന്നു. ഞാനും. അല്ലമീൻ നോമ്പെടുത്തു. സാജിദ യൂനുസ് നോമ്പെടുത്തു. ദുആ ചെയ്യണേ ഉസ്താദേ. ഇൻഷാ അല്ലാഹ് നോമ്പെടുത്തു. സുബൈദ് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും ഖൈർ നൽകട്ടെ. ഇനി വേറെ ആരാ? വേഗാവട്ടെ. നോമ്പ് പിടിച്ചവരാരൊക്കെ ഉണ്ട്? കന്ന് കൈവക്ക്. അതെ, സാജിദ് ഖാൻ ഞാൻ നോമ്പ് പിടിച്ചു, അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ഉമ്മു ഹബീബ ഞാൻ നോമ്പ് പിടിച്ചു, അല്ലാഹു സ്വീകരിക്കട്ടെ. 1 മുതൽ 9 വരെ നോറ്റു, അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇതെല്ലാം സ്വീകരിക്കട്ടെ, ഖൈർ നൽകട്ടെ. ഖദീജ സ്വീകരിച്ചു, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നോമ്പുണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. ബുദ്ധിമുട്ടാണെങ്കിൽ എടുക്കണ്ട, അങ്ങനെ എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ എടുക്കണ്ട. പരീദ് നോമ്പെടുത്തു, അൽഹംദുലില്ലാഹ്. ഉമർ കോയ നോമ്പെടുത്തു, അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ, എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ആരാ? വേഗാവട്ടെ. നോമ്പെടുത്തവരാരാ? നോമ്പെടുത്തവരാരാ? ഇനി ആരില്ലേ? വേഗം പറഞ്ഞു. 194 ആളുകൾ കാണുന്നുണ്ട്. 200 ആളുകളിലേക്ക് എത്തട്ടെ. അത് പറഞ്ഞിട്ട് ആരും മുങ്ങിക്കളയരുത്. ചോദ്യം ചോദിക്കുന്നു, വാടി നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് പൊക്കളയരുത്. പക്ഷെ അത് പെട്ടെന്നാവട്ടെ, നമുക്ക് 1 മണിക്കൂറിൽ നമുക്ക് അവസാനിപ്പിക്കണം. കാരണം നാളെ പെരുന്നാളാണ്, മറ്റു പല തിരക്കുകളും ഒക്കെ ഉള്ളവരായിരിക്കും. ഇൻഷാ അല്ലാഹ് ഒരുപാട് നേരം ഞാൻ നിങ്ങളെ ഇരുത്തി ബുദ്ധിമുട്ടിക്കൂല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാവരും. അതെ, അർജുനോ
അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ നോമ്പെടുത്തു, 1 മുതൽ 9 വരെ നോമ്പെടുത്തു, 7 നോമ്പ് പിടിച്ചു. മാഷാ അല്ലാഹ്. അല്ലാഹു ഖൈറിലാക്കട്ടെ, അല്ലാഹു വിജയിപ്പിക്കട്ടെ, അല്ലാഹു എല്ലാവിധ നിഅമത്തുകളും തന്ന് അനുഗ്രഹിക്കട്ടെ. ഞാൻ 6 നോമ്പ് എടുത്തു. നസീറ ബീവി ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. നോമ്പുണ്ട് ഉണ്ടായിരുന്നു അല്ലേ, അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഫാസിലുർ റഹ്മാൻ, ഞാൻ നോമ്പെടുത്തു, അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അല്ലമീൻ ഹോസ്പിറ്റലിലാണ്, പനിയാണ്, അല്ലാഹു തആല ശിഫാ തരട്ടെ, അല്ലാഹു തആല ശിഫാ തന്ന് അനുഗ്രഹിക്കട്ടെ. ഉമ്മാക്ക് ഓപ്പറേഷൻ വേണം, ദുആ ചെയ്യണം, അല്ലാഹു തആല ശിഫാ കൊടുക്കട്ടെ, ആജിലായ ശിഫാ കൊടുക്കട്ടെ. എല്ലാവരും നോമ്പെടുത്തവരാരൊക്കെയുണ്ട്? നോമ്പെടുത്തവരാരൊക്കെയുണ്ട്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ നോമ്പെടുത്തു. സുബൈദ കെ പി മൊയ്തീൻ നോമ്പെടുത്തു, അൽഹംദുലില്ലാ. ബാബു നോമ്പെടുത്തു 2. ആയിഷ അബ്ദുൽ നോമ്പെടുത്തു. ഫാത്തിമ സഹറ നോമ്പെടുത്തു. അല്ലാഹു അക്ബർ. ഇൻഷാ അല്ലാഹ് FF എൻ്റെ 2 ഉമ്മമാർക്കും സുഖമില്ല, അല്ലാഹു തആല ശിഫാ കൊടുക്കട്ടെ. സാജിദ വിപി ഞാൻ നോമ്പെടുത്തു, അൽഹംദുലില്ലാ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു എല്ലാവിധ നിഅമത്തുകളും ചൊരിഞ്ഞു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 1 മുതലേ നോമ്പെടുത്തു. ഹഫ്സ സുബ്ഹാൻ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു എല്ലാ മുറാദുകളും ഹാസിലാക്കട്ടെ, എല്ലാ നിയ്യത്തുകളും അല്ലാഹു കബൂലാക്കട്ടെ. മാഷാ അല്ലാഹ്. ഉസ്താദെ, എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും മാറാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. തീർച്ചയായിട്ടും അല്ലാഹു തആല എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിത്തരട്ടെ, എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റിത്തരട്ടെ, എല്ലാ കുറവുകളും അല്ലാഹു തആല മാറ്റിത്തരട്ടെ, എല്ലാവിധ സന്തോഷവും ഖൈറും ബറക്കത്തും അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. നഫീസാറ്റി നോമ്പെടുത്തു, അൽഹംദുലില്ലാ. അസ്ലം മുഹമ്മദ് ഞാനും നോമ്പെടുത്തു, അൽഹംദുലില്ലാ. അല്ലാഹു എല്ലാം കബൂലാക്കട്ടെ, അല്ലാഹു എല്ലാം കബൂലാക്കട്ടെ. അർഹമായ പ്രതിഫലം ഇരു വീട്ടിൽ നിന്ന് അനുഗ്രഹിക്കട്ടെ. നീനു അല്ലേ, ഞാനും നോമ്പെടുത്തിട്ടുണ്ട്, 2 നോമ്പെടുത്തു. മാഷാ അല്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു എല്ലാ മുറാദുകളും ഹാസിലാക്കട്ടെ, എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആ നോമ്പിലൂടെ അല്ലാഹു തആല നമുക്ക് ആയുസ് നീട്ടിത്തരുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ആയുസ് അല്ലാഹു തആല നീട്ടിത്തരട്ടെ. അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, കീറി മുറിക്കപ്പെടുന്ന മരണങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അഫ്സൽ അഫി 9 നോമ്പെടുത്തു. മാഷാ അല്ലാഹ്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വാലിഹായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. സൈഫു 4 എടുത്തു, അൽഹംദുലില്ലാ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ.
أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكرة وأصيلا لا إله إلا الله الله أكبر الله أكبر ولله الحمد بسم الله الرحمن الرحيم എല്ലാവരും ഏറ്റുചൊല്ലണം لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. بسم الله الرحمن الرحيم എല്ലാവരും മൂന്ന് ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم
الحمدلله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم أسماء الحسنى എല്ലാവരും ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക ഏറ്റുചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واصل يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا بائس يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا فرد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا
متعالي يا الله يا بر يا الله يا تواب يا الله يا منعم يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا ولي يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله يا ستار يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد برحمة الله المنان برحمة الله المنان برحمة الله المنان لا إله إلا الله ചൊല്ലു എല്ലാവരും ചൊല്ലണം لا إله إلا الله لا إله إلا الله محمد رسول الله എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളെ തുണറബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളെ തുണറബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്ത ഖുശൂഉം സത്തായ ഈമാനുള്ളതിൽ ബദരീങ്ങളെ തുണറബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളെ തുണറബ്ബനാ സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളെ തുണറബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിവതന്ന് ദീർഘായുസ്സിനും ബദരീങ്ങളെ ബർക്കത്തിനാൽ തുണയ ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിവതന്ന ബദരീങ്ങളെ ബർക്കത്തിനാൽ റഹ്മത്ത് തായ റബ്ബനാ പ്രഷറും പ്രമേഹം ഷുഗറതും
അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്നു ദീർഘായുസിനും ബദരീങ്ങളെ തുണ റബ്ബന കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും ബദരീങ്ങളെ ബർക്കത്തിനാൽ റഹ്മത്ത് തായ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ യമെ കാക്കണം യാ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദണ്ണവവാസൂരിയും മറ്റുള്ള ദീനമടങ്ങലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളെ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളെ തുണ റബ്ബന ബദരീങ്ങളെ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹു തആല നമ്മിൽ നിന്നും പരിപൂർണമായി തവസ്സുൽ ബൈത്തും അതുപോലെ തന്നെ നമ്മുടെ ഓതിയ സൂറത്തുൽ ഫാത്തിഹയും തക്ബീറുകളും സ്വലാത്തുകളും എല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അവന്റെ നമ്മുടെ എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ അനുഗ്രഹീതമായ മജ്ലിസ് അവൻ ഏറ്റെടുക്കട്ടെ. അവൻ ഇജാബത്തുള്ള മജ്ലിസുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാണ്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറയുക. എല്ലാവർക്കും വേണ്ടിയിട്ടായിരിക്കും ദുആ ചെയ്യുക. ഒരാളെയും നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കൂല. അങ്ങനെ നിങ്ങൾക്ക് ഒഴിവാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒന്നുകൂടി കമന്റ് ചെയ്താൽ മതി. അങ്ങനെ കമന്റുകൾ വായിക്കാതെ പോവുകയോ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയോ ഒക്കെ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അത് അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം ദുആ ചെയ്യാം. അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഷെയർ ചെയ്യണേ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടോ? നമ്മുടെ അഡ്മിന്മാരെന്നും കാണുന്നില്ല നമ്മൾ സ്ഥിരമായിട്ട്. പിന്നെ ആരെയും ഞാൻ കുറ്റം പറയണില്ല, കാരണം നാളെ പെരുന്നാളാണ്. വീട്ടിൽ ചിലപ്പോൾ ഇറച്ചി വെക്കുന്ന കറി വെക്കുന്ന തിരക്കിലായിരിക്കും. നേരത്തെ കറി വെക്കുന്ന പതിവൊക്കെ ഉണ്ടാവുമല്ലോ. പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് കറി നേരത്തെ വെച്ചിരിക്കും. രാവിലെ പലഹാരം ഇത് ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. പിന്നെ വീടൊക്കെ ഒന്ന് തൂത്തി തുടച്ച് വൃത്തിയാക്കിയിടണം. പിന്നെ ഒന്ന് മക്കളെ ഒരുക്കണം. പിന്നെ ഡ്രസ്സ് വാങ്ങാത്തവർ വാങ്ങാൻ പോകണം. എന്നിങ്ങനെയുള്ള ഒരുപാട് തിരക്കുകളൊക്കെ പിടിച്ച ജീവിതമാണെന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ പോലും ഇൻഷാ അല്ലാഹ് അനുഗ്രഹീതമായ ഒരു ദിവസമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു അല്പസമയം കൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കണം. ഇൻഷാ അല്ലാഹ്
ഇൻഷാ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഷെയർ ചെയ്യാത്തവരെ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെയും എത്താത്ത ആളുകളിലേക്കൊക്കെ എത്തിച്ചേരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇൻഷാ അല്ലാഹ് ദുആ ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ ആമീൻ പറയണം കേട്ടോ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നിങ്ങൾ ഷെയർ ചെയ്യണണ്ടാ ഇൻഷാ അല്ലാഹ്. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അല്ലാഹ് ഞങ്ങളുടെ എല്ലാവരുടെയും ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാവരുടെയും ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. നീ മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ട് ഖബറുകളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, ഗുരുനാഥന്മാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, കൂട്ടുകുടുംബാദികളുണ്ട്, നാം സ്നേഹിച്ചവരുണ്ട്, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മർഹമത്ത് നൽകണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. ഹിസാബ് എളുപ്പമാക്കണേ അല്ലാഹ്. നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം വലങ്കയിൽ ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർ ആരൊക്കെയാണെന്ന് നിനക്കറിയാം റബ്ബേ. അതിൽ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ മക്കളുണ്ട്, ഞങ്ങളുടെ ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, അയൽവാസികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. പടച്ചവനേ, ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കുടുംബങ്ങളിൽ നിന്നും പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ഞങ്ങൾ ഓതിയതിന്റെ മിഥില സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹു ലൈവ് കാണുന്ന ഓരോരുത്തർക്കും അവരുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരാരെയും നീ നിരാശരാക്കല്ലേ അല്ലാഹ്. കഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്. സങ്കടപ്പെടുത്തല്ലേ അല്ലാഹ്. ദുരിതത്തിലാക്കല്ലേ അല്ലാഹ്. ഒറ്റപ്പെടുത്തല്ലേ അല്ലാഹ്. മക്കൾ കളഞ്ഞിട്ട് പോയവരുണ്ട്, മാതാപിതാക്കൾ കളഞ്ഞിട്ട് പോയ മക്കളുള്ളവരുണ്ട് റബ്ബേ. അവർക്കെല്ലാം നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്. നിഅമത്ത് നൽകണേ അല്ലാഹ്. സിഹത്ത് നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. ഹിഫാദത്ത് നൽകണേ അല്ലാഹ്. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടൊരു കുഞ്ഞിക്കാല് പോലും കാണാൻ ഭാഗ്യം ലഭിക്കാത്ത ദമ്പതിമാരുണ്ട് റബ്ബേ. ഈ അറഫാ ദിനത്തിലും ബലിപെരുന്നാൾ ദിവസത്തിലും ഞങ്ങൾ നിന്നോട് താണ് കേണ് കെഞ്ചി യാചിക്കുന്നു റബ്ബേ. നീ നിന്റെ പരീക്ഷണത്തിൽ ഞങ്ങളെല്ലാവരെയും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഈ പരീക്ഷണത്തിൽ ഞങ്ങളെല്ലാവരെയും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഖൈറായതെന്തോ നീ അടുപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഖൈറായതെന്തോ നീ അടുപ്പിച്ചു തരണേ അല്ലാഹ്. ശർറുകളെല്ലാം നീ തട്ടി മാറ്റണേ അല്ലാഹ്. എല്ലാ കുറവുകളും നീ പരിഹരിക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ഖൈർ നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ അല്ലാഹ്. നിഅമത്ത് നൽകണേ അല്ലാഹ്. സിഹത്ത് നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഇഫ്ഫത്ത് നൽകണേ അല്ലാഹ്. കടങ്ങളെല്ലാം നീ വീട്ടിത്തരണേ അല്ലാഹ്.
വീട് വെക്കുന്നതിന് വേണ്ടി, മക്കളെ കെട്ടിച്ചു വിടുന്നതിന് വേണ്ടി, മക്കൾക്ക് അഡ്മിഷൻ വാങ്ങി കൊടുക്കുന്നതിന് വേണ്ടി പല ആളുകളിൽ നിന്നും പലതരത്തിലും കടങ്ങൾ വാങ്ങിയിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ, ബാങ്കുകളിൽ നിന്ന് പോലും വായ്പ എടുത്തവരുണ്ട്. അല്ലാഹുവേ, വീട് ജപ്തി ഭീഷണിയിലാണെന്ന് പറഞ്ഞ പല ആളുകളുമുണ്ട്. റബ്ബേ, അവരുടെ കടങ്ങളെല്ലാം നീ വീട്ടിൽ കൊടുക്കണേ അല്ലാ. അതിനുള്ള സാമ്പത്തിക വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. അതിനുള്ള സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീ മാറ്റണേ അല്ലാ റബ്ബേ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുള്ളവരുണ്ട്, മക്കളുള്ളവരുണ്ട്, ഭാര്യമാരുള്ളവരുണ്ട്, ഭർത്താക്കന്മാരുള്ളവരുണ്ട്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ആഫിയത്തും തരണം, ഞങ്ങൾക്ക് ദീർഘായുസും തരണേ അല്ലാ. അപകടങ്ങളെ തൊട്ടല്ല ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ടല്ല ഞങ്ങളെ കാക്കണേ അല്ലാ. കീറി മുറിക്കപ്പെടുന്ന മരണങ്ങളെ തൊട്ടല്ല ഞങ്ങളെ കാക്കണേ അല്ലാ. ഈ ലൈവ് കാണുന്ന ആർക്കും അത്തരത്തിലുള്ള ദാരുണമായ മരണങ്ങൾ കൊടുക്കല്ലേ അല്ലാ. മുഖങ്ങളും കൈകാലുകളും എല്ലാം ഛിന്ന ഭിന്നമായി പോകുന്ന മരണങ്ങളും അപകടങ്ങളും റബ്ബേ ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലാ. ഒരുപാട് മരണവാർത്തകൾ ഞങ്ങൾ നൊമ്പരത്തോടെ കാണുന്നവരാണ് റബ്ബേ. ആ മരണപ്പെട്ടു പോയവർക്കെല്ലാം നീ ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. നിങ്ങളുടെ കുടുംബത്തിലുള്ള മാതാപിതാക്കൾക്കോ മക്കൾക്കോ ഗുരുനാഥന്മാർക്കോ വിശിഷ്യായി ഹിദായത്തിൽ അൻപാറ് കാണുന്ന കുടുംബങ്ങൾക്കോ ആർക്കും അത്തരത്തിലുള്ള മോശമായ ദാരുണമായ അപകടങ്ങളുള്ള മരണങ്ങൾ തരല്ലേ അല്ലാ. നീ തരല്ലേ അല്ലാ. അല്ലാഹു നീ തരല്ലേ അല്ലാ. അല്ലാഹുയുടെ മക്കളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. ബുദ്ധി കൊടുക്കണേ അല്ലാ. അല്ലാഹു ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ. എല്ലാ കഴിവും കൊടുക്കണേ അല്ലാ. ഇരു ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. ദീനിനും സമൂഹത്തിനും രാജ്യത്തിനും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ നീ ഇടവരുത്തണേ അല്ലാ. മക്കളെ കൊണ്ട് ദുഃഖിക്കാൻ ഇടവരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഇടവരുത്തല്ലേ അല്ലാ. അല്ലാഹു നീ ഇടവരുത്തല്ലേ അല്ലാ. അവിടെ മക്കളെല്ലാം നീ പഠന പുരോഗതി കൊടുക്കണേ അല്ലാ. ബുദ്ധിവികാസം കൊടുക്കണേ അല്ലാ. ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, ക്ഷണിച്ച് മരണത്തിനെ ക്ഷണിച്ചു വാങ്ങുന്ന മക്കളുണ്ട്. പടച്ചവനെ, അപകടങ്ങളിൽ പെട്ടുപോയവരുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. കീറി മുറിക്കപ്പെടുന്ന മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഈ ലൈവ് കാണുന്ന ആർക്കും അത്തരത്തിലുള്ള മരണങ്ങൾ കൊടുക്കല്ലേ അല്ലാ. അവരുടെ പേരുകൾ നിനക്കറിയാ, അവരുടെ സങ്കടങ്ങൾ നിനക്കറിയാ, അവരുടെ വിഷമങ്ങൾ നിനക്കറിയാ, അവരുടെ മുറാദുകളും അഡ്രസ്സുകളും എന്നേക്കാൾ ഉപരി റബ്ബേ നിനക്കെല്ലാവരെയും അറിയാവുന്നതാണല്ലോ. ഖൈറായത് നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഖൈറായത് നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. ശർറായതെല്ലാം നീ തട്ടി മാറ്റണേ അല്ലാ. അല്ലാഹുവേ, പരസ്പര സ്നേഹത്തോടെ സന്തോഷത്തോടെ ഐക്യത്തോടെ സമാധാനത്തോടെ ഒരു പിണക്കങ്ങളുമില്ലാതെ സന്തോഷത്തോടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. പിണക്കങ്ങൾ തരല്ലേ അല്ലാ. തർക്കങ്ങൾ തരല്ലേ അല്ലാ. വൈരാഗ്യം തരല്ലേ അല്ലാ. ശത്രുത തരല്ലേ അല്ലാ. അഹങ്കാരികളാക്കല്ലേ അല്ലാ. അസൂയാരുക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, നമീമത്ത് യേശനി പരദൂഷണം പറയുന്നവരാക്കല്ലേ അല്ലാ. സാഹിര്യങ്ങളുടെ സിഹറുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. പൈശാചിക ഉപദ്രവങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കാലയിടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഫിത്ന ഫസാദുകളെ
തൊട്ട് കാക്കണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ നൽകണേ അല്ലാ, ഈമാൻ നൽകണേ അല്ലാ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ഭവനങ്ങളെയും ഭവനത്തിലുള്ളവരെയും നീ കാക്കണേ അല്ലാ. അല്ലാഹു സമാധാനം നൽകണേ അല്ലാ. ഈ ഹിദായത്തുൽ അൻവാറിന്റെ കുടുംബങ്ങളെ ആരെയും നീ പാഴാക്കല്ലേ അല്ലാ, നീ നിരാശരാക്കല്ലേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണേ അല്ലാ. അല്ലാഹുവേ, നൂറുകണക്കിന് ആളുകൾ ആമീൻ പറയുന്ന മജ്‌ലിസാണ്, നീ തട്ടിക്കളയല്ലേ അല്ലാ, നീ നിരാശരാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഖായിബാക്കി നീ ഞങ്ങളെ മടക്കല്ലേ അല്ലാ, ഖായിബാക്കി മടക്കല്ലേ അല്ലാ. അല്ലാഹുവേ, അർഹിച്ച ജോലി കൊടുക്കണേ അല്ലാ, അർഹിച്ച വരുമാനം കൊടുക്കണേ അല്ലാ, ഖൈറായ ശമ്പളം കൊടുക്കണേ അല്ലാ, ഖൈറായ വരുമാനം കൊടുക്കണേ അല്ലാ, സ്ഥിര വരുമാനം കൊടുക്കണേ അല്ലാ. അവരുടെ ഭർത്താക്കന്മാരുടെ ജോലികളിൽ നീ ഖൈറ് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സമ്പത്ത് കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ. കടക്കാരാക്കല്ലേ അല്ലാ, കടങ്ങൾ എത്രയും പെട്ടെന്ന് നീ വീട്ടി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്‌ലിസ് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട്, അവർക്ക് അവരുടെ നന്മതിന്മകൾ രേഖപ്പെടുത്തുന്ന ഗ്രന്ഥത്തിൽ അല്ലാഹുവേ, ജാരിയായ സദഖകളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ, ഈ ദഅവത്ത് എത്തിച്ചു കൊടുക്കുന്നതിന്റെ പ്രതിഫലവും നീ എഴുതി ചേർക്കണേ അല്ലാ. അല്ലാഹുവയുടെ മീസാനിന്റെ ത്രാസ് ഭാരമുള്ള അമലാക്കി നീ സ്വീകരിക്കണേ അല്ലാ. നാളെ പരലോകത്ത് പരാജയപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ, പാപികളിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ, നരകത്തിന്റെ വെന്തുരുകുന്ന അടിയാറുകളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ലക്ഷക്കണക്കിന് ഹാജിമാരും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്തുകൊണ്ടിരിക്കുന്നു റബ്ബേ, അതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ ദുആകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, നാളെ ഞങ്ങൾക്കും ആ പുണ്യഭൂമിയിലെത്തി മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. റൗള കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ, റൗള കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, റൗള ശരീഫ് കൺകുളിർക്ക് കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു, ഞങ്ങളെപ്പ മരണപ്പെട്ടാലും നല്ല ദിവസം നല്ല രാവിലെ ഒതുവോടുകൂടി പുഞ്ചിരിച്ച് ഈമാനോടുകൂടി മരണപ്പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, അവർക്ക് അനുയോജ്യരായ ഇണകളെ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ, ഇണകളെ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ. തടസ്സങ്ങൾ മാറ്റണേ അല്ലാ, കുറവുകൾ നീ പരിഹരിക്കണേ അല്ലാ, നല്ല സൗന്ദര്യം കൊടുക്കണേ അല്ലാ, അവരുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറ്റണേ അല്ലാ. അല്ലാഹു, വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാത്ത ദമ്പതിമാരുണ്ട്. പടച്ചവനെ, ഇബ്രാഹിം നബിയുടെ ബറക്കത്ത് കൊണ്ട്, ഔലിയാക്കളുടെ ബറക്കത്ത് കൊണ്ട്, അംബിയാ മുർസലീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, മുത്ത് നബിയുടെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, അവർക്ക് നീ സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ, സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹു, നിരാശരാക്കല്ലേ അല്ലാ. റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീ മാറ്റണേ അല്ലാ, എല്ലാ കുറവുകളും നീ പരിഹരിക്കണേ അല്ലാ. ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ, നാഫിയായ ഇൽമ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നീ വിശാലത നൽകണേ അല്ലാ, കരുണ കൊണ്ട് നിറക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ നാടുകളെയും ഞങ്ങളുടെ രാജ്യത്തിനെയും നീ കാക്കണേ അല്ലാ. സമാധാനവും സന്തോഷവും ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പത്തിലൊക്കെ നീ വർധനവ് നൽകണേ അല്ലാ, ഖൈറായ ജീവിതം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഭർത്താക്കന്മാർക്ക് നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ, അവരെ നീ ഒന്നിപ്പിക്കണേ അല്ലാ. അല്ലാഹു, നീ സ്വീകരിക്കണേ അല്ലാ. നാടിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ മജ്‌ലിസിൽ പങ്കെടുത്തിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ തട്ടിക്കളയല്ലേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന
حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الأنبياء والمرسلين الحمد لله رب العالمين അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ച കാര്യങ്ങളൊക്കെ അല്ലാഹു തആല ഖൈറിലാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകത്തില്ല എന്ന് നിങ്ങളടുത്ത് ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് കരുതിയിട്ട് മറ്റന്നാൾ മജ്ലിസ് വെക്കുമ്പോഴത്തേക്ക് ആരും വരാതിരിക്കരുത് ബെൽ ബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ മജ്ലിസിന്റെ നോട്ടിഫിക്കേഷൻ എത്തും ഇൻഷാ അല്ലാഹ് പരമാവധി നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുത്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ ഈ മജ്ലിസ് വലിയൊരു വിജയമാക്കി തീർക്കണം പകരം നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ആ പ്രാർത്ഥന ഞാൻ ഇൻഷാ അല്ലാഹ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്ത് തരട്ടെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ണൂർ കാസർഗോഡ് അതുപോലെ തന്നെ പല മേഖലകളിൽ നിന്നുമൊക്കെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കാൽവേദനയാണ് കണ്ണുവേദനയാണ് ചെവി വേദനയാണ് തലവേദനയാണ് അല്ലാഹു തആല എല്ലാവർക്കും ശിഫാവ് കൊടുക്കട്ടെ ആജിലായ കാമിലായ താമ്മായ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ വന്നവർക്കും ഷെയർ ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാം 1000 നന്ദി അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ തൽക്കാലം വിട പറയുകയാണ് എല്ലാവർക്കും തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ എല്ലാവർക്കും ഈദ് മുബാറക് അപ്പോൾ നാളെ മജ്ലിസ് ഉണ്ടാകില്ല ഇനി അഥവാ മറ്റന്നാൾ നമ്മൾ മജ്ലിസ് വെച്ചാൽ ആരൊക്കെ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവില്ലേ അതേ എല്ലാവരും കളഞ്ഞിട്ട് പോവോ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ അല്ലാഹു അവന്റെ അടുക്കൽ ഇഷ്ടപ്പെടുന്ന സ്വീകരിക്കപ്പെടുന്ന മജ്ലിസുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈദ് മുബാറക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ ഈദ് മുബാറക് ആശംസ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു എല്ലാവർക്കും സ്വീകരിക്കട്ടെ ഖൈറും ബർക്കത്തും തന്ന് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ആർക്കും ഈദ് മുബാറക് പറഞ്ഞില്ല ഉസ്താദ് പറഞ്ഞില്ല എന്ന് പറയരുത് എല്ലാവർക്കും ഈദ് മുബാറക് ആശംസകൾ നേരുകയാണ് ഒരു സന്തോഷവും സമാധാനവും നിറഞ്ഞ ഖൈറായ ഒരു ജീവിതം അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ നമ്മുടെ ലൈവ് നമ്മൾ വീണ്ടും ആരംഭിക്കും നാളെ പെരുന്നാൾ ദിവസമായതുകൊണ്ട് തന്നെ കുടുംബത്തോടൊപ്പമായിരിക്കും ഒരല്പം സമയം ചെലവഴിക്കുക അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ മുതൽ നമ്മുടെ ലൈവ് വീണ്ടും ആരംഭിക്കും എല്ലാവരും ഉണ്ടാവൂലേ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉണ്ടാവണം കേട്ടോ അല്ലാഹു ഖൈർ നൽകട്ടെ ഇൻഷാ അല്ലാഹ് ഉണ്ടാവൂലേ അതെ മതി ഞാൻ ഇനി വരൂല എന്ന് പറയൂ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ് നന്ദി ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ഈദ് മുബാറക് എല്ലാവർക്കും ഈദ് മുബാറക് കൊണ്ടോട്ടിയിൽ നിന്ന് അല്ലാഹു തആല മൈമൂനത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരട്ടെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ഈദ് മുബാറക് തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും